ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ മമ്മൂക്കായൊപ്പം അല്പസമയം ചെലവഴിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. ഓൾ കേരള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സായിട്ടുള്ള മമ്മൂട്ടി ആരാധകർക്ക് വലിയൊരു സുവർണ അവസരമാണ് ലഭിച്ചത്. ഫോട്ടോ എടുക്കാനും അദ്ദേഹത്തോട് കുശലം ചോദിക്കാനും ഒക്കെ കിട്ടിയ ഒരു അവസരം. സത്യത്തിൽ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം മമ്മൂക്കായെ മീറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം സന്തോഷം ലഭിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു. എന്നാലും പാട്രിയോട്ട് എന്ന സിനിമ റിലീസുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ആൻഡോ ചേട്ടൻ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അത് മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്നവർ, മമ്മൂക്കായെ ആരാധിക്കുന്നവർ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ തന്നെയായിരുന്നു. 1000-ഓളം വരുന്ന മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്ന ആരാധകരോടൊപ്പം മണിക്കൂറുകളോളം അദ്ദേഹം ഒരൊറ്റ നിൽപ്പ് നിന്നുകൊണ്ടാണ് അത്രയും ആൾക്കാരുടെ കൂടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയും തോളത്ത് കൈയിടുകയും ചിരിക്കുകയും ചിരിക്കുകയും അവരോടൊക്കെ കുശലം ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു സന്തോഷ നിമിഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തന്നെയാണ്. ഒപ്പം തന്നെ ഈ വരുന്ന ഏപ്രിൽ 23 വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന പാട്രിയോട്ട് എന്ന സിനിമ, അതിൻ്റെ ട്രailer പൂർത്തിയായിരിക്കുന്നു. ട്രailer ഈ വരുന്ന ഏപ്രിൽ 2 റിലീസിന് എത്തും എന്നാണ് അറിയുന്നത്. 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്കായും ലാലേട്ടനും സിനിമയിൽ എത്തുന്നത്. അതോടൊപ്പം തന്നെ മൾട്ടി സ്റ്റാർ ചിത്രം, മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രം. സത്യത്തിൽ ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയൊന്നും വെക്കാതെയാണ് ഇരുന്നെങ്കിലും ആരാധകർക്കൊപ്പം മമ്മൂട്ടിയുടെ ഫോട്ടോഷൂട്ട് ബോൾഗാട്ടി പാലസിൽ എത്തുന്ന ആരാധകർക്കാണ് ഫോട്ടോഷൂട്ടിന് അവസരമുള്ളത്. ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി. അഖില നന്ദകുമാർ ചേരുകയാണ്. അഖില, നിരവധി ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി എന്നൊക്കെയായിരുന്നു ഇന്നത്തെ പ്രചാരണം ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ളവർ? അതെ ശീതൾ, മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച് ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന ഒരു സുവർണ അവസരമാണ്. വിവിധ ജില്ലകളിൽ വന്നിട്ടുള്ള ഫാൻസ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു പരിപാടി നടക്കുന്നത്. കൊച്ചി ബോൾഗാട്ടി പാലസിലാണ് രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയും. അവിടെ വരിയായി നിന്നുകൊണ്ട് മമ്മൂട്ടി ഒന്ന് നേരിൽ കണ്ടുകൊണ്ട് സെക്കൻഡുകൾ മാത്രമാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു ഫോട്ടോ എടുത്ത വഴി വർഷങ്ങൾ അവർക്ക് ഓർമ്മിച്ചെടുക്കാൻ, അവരുടെ പ്രിയ താരത്തിനൊപ്പം ചേർന്നൊരു ഓർമ്മയാണ് അവർ പങ്കുവെക്കുന്നത്. ആ ഒരു ഫോട്ടോ അവർ ജീവിതകാലത്തേക്ക് ഒരു പ്രിയപ്പെട്ട ഓർമ്മയായി, മെമ്മറിയായി തന്നെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വിവിധ ജില്ലകളിൽ നിന്നുള്ള ഈ ഫാൻസ് അസോസിയേഷനാണ് എത്തിയിരിക്കുന്നത്. അവർ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ ഇത്തരം അറിയിപ്പുകൾ കൊടുത്തിരുന്നു. അത് പ്രകാരമാണ് വിവിധ ജില്ലകളിൽ നിന്ന് ഇപ്പോൾ കൊച്ചി ബോൾഗാട്ടി പാലസിലേക്ക് സത്യത്തിൽ ഈ ഒരു മനുഷ്യനുണ്ടല്ലോ, മലയാളികളുടെ ഒരു വികാരം തന്നെയാണ്. കാരണം ഈ 74-ാമത്തെ വയസ്സിൽ ചെറുപ്പക്കാരോടൊപ്പം അവർക്ക് മുകളിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഇന്ത്യൻ സിനിമയിൽ ഒരാളുണ്ടെങ്കിൽ അത് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സാണത്. അദ്ദേഹം സഹജീവികളോട് ചെയ്യുന്ന എത്രയോ കാരുണ്യ പ്രവർത്തനങ്ങൾ, അതിൻ്റെയൊക്കെ ജനങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ ഇന്നും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് നമ്മളെ വിസ്മയിപ്പിക്കുന്നല്ലേ. സത്യത്തിൽ മമ്മൂക്ക ഇന്നലെ ആ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു സീൻ, അദ്ദേഹം ഇട്ടിരിക്കുന്ന ആ ഒരു ഷർട്ടൊക്കെ ഉള്ളൂ, ഒന്നും പറയാനില്ല കേട്ടോ. നമുക്ക് ഈ രോമം ഇങ്ങനെ എഴുന്നേറ്റ് പോയി പുള്ളിനെ കണ്ടപ്പോൾ. പുള്ളിനെ ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്കാനെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കണ്ടതും അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തതും അദ്ദേഹം നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചതും. ഇപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ, ഞാൻ അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ആ സമയം കൊണ്ട്, അത്രയും സമയം കൊണ്ട് എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, ഒരു ചെറിയൊരു ഉപദേശമൊക്കെ തന്നു. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം. എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. 7 ജില്ലയുടെ ഫോട്ടോഷൂട്ടിന് അടുത്ത നെക്സ്റ്റ് വീക്കിൽ വീണ്ടും ഉണ്ടാവും. ഏതാണ്ട് 6000-ഓളം വരുന്ന ആരാധകരുമായി നിന്ന് മമ്മൂക്ക ഈ ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. പാട്രിയോട്ടിൻ്റെ ട്രെയിലർ കാണാൻ വേണ്ടി നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏപ്രിൽ 2 പാട്രിയോട്ടിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മിനിറ്റും 29 സെക്കൻഡുമുള്ള ദീർഘമുള്ള ഒരു ട്രെയിലറാണ് പുറത്തു വരാൻ പോകുന്നത്. ട്രെയിലറിൽ രണ്ടുപേരും, മമ്മൂക്കായും ലാലേട്ടൻ്റെയും ചില സീൻസൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് അറിയുന്നത്. എന്താണേലും പടം പൊളിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ആദ്യമൊന്നും എനിക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും സിനിമയ്ക്ക് ഇല്ലായിരുന്നിട്ടുള്ള കുറച്ച് ഈ സിനിമയെ കുറിച്ചിട്ടുള്ള ആ ഒരു സംസാരമൊക്കെ വന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ സത്യം പറയാം പടം വേറെ ലെവൽ തന്നെയാണെന്നാണ് അറിയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. മലയാളത്തിലെ എക്കാലത്തെയും വലിയൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് പാട്രിയോട്ട് എന്ന സിനിമ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 പാട്രിയോട്ടിൻ്റെ ട്രെയിലർ ഇറങ്ങും.
അതോടൊപ്പം തന്നെ D55 എന്ന സിനിമയിൽ മമ്മൂക്ക 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ധനുഷുമായിട്ട് സിനിമയിലെത്തുന്നത്. മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രമാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ധനുഷ് കുറച്ച് വിയർക്കേണ്ടി വരും. അപ്പം നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് നല്ല നല്ല സിനിമകൾക്ക് മമ്മൂക്ക ഈ വർഷം 2026 ഡേറ്റ് നൽകിയിട്ടുണ്ട്. എല്ലാം വമ്പൻ സിനിമകൾ തന്നെയാണ്. അപ്പോൾ ആ സിനിമകളെല്ലാം വിജയിക്കട്ടെ, നല്ല നല്ല സിനിമകൾ വരട്ടെ, മമ്മൂക്ക നമ്മളെ വിസ്മയിപ്പിക്കട്ടെ, അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും സർവശക്തൻ കൊടുക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും